ഇന്നത്തെ വചന ചിന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത കൃപയ്ക്കായി സ്തോത്രം. വചനധ്യാനത്തിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ, മഹത്വം സ്വീകരിക്കണം, എല്ലാവരെയും ആശീർവദിക്കണമേ. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. യോഹന്നാൻ 20-ാം അധ്യായം 11 മുതൽ 18 വരെ. ഇവിടെ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട സംഭവമാണെന്ന് നമുക്കറിയാം. മറിയ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയ്ക്കൽ ഓടിയെത്തുകയാണ്. അവിടെ കല്ലറ വാതിൽക്കൽ വലിയൊരു കല്ലുണ്ടായിരുന്നു, അത് തനിയെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് മാറിയത് കണ്ടിട്ട് മറിയ ആശയക്കുഴപ്പത്തിലായി ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടി വരുന്നു. പത്രോസിനോടും കൂട്ടരോടും ഇത് പറയുകയാണ്. ഇവിടെ കല്ലറയിലെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പത്രോസും വേറൊരു ശിഷ്യനും കൂടെ മറിയോടൊപ്പം ഓടി കല്ലറയ്ക്കൽ വീണ്ടും വരുന്നു. അവിടെ ആ 2 ശിഷ്യന്മാർ അകത്ത് കയറി നോക്കുന്നു. കല്ലറ ശൂന്യമായിരിക്കുന്ന അനുഭവം കാണുകയാണ്. കർത്താവ് പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്ന കാര്യങ്ങളെല്ലാം അവർ വിശ്വസിച്ച് മടങ്ങിപ്പോകുന്നു. എന്നാൽ മറിയ കല്ലറയ്ക്കൽ നിന്ന് കരയുകയാണ്. ആ കല്ലറയ്ക്കൽ നിന്ന് കരയാൻ കാരണമെന്ന് പറയുന്നത്, തൻ്റെ ജീവിതത്തിൽ മൂല്യം നൽകിയ മറ്റൊരു വ്യക്തിയില്ല, രൂപാന്തരം നൽകിയ യേശു കർത്താവ് മാത്രമല്ല, തനിക്ക് ജീവിക്കുവാൻ ആശ നൽകിയത് കർത്താവിൻ്റെ ഇടപെടലുകളും ഉപദേശങ്ങളുമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ആബ്സൻസ് എന്ന് പറയുന്നത്, അസാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ നിരാശാത്മകമായ അനുഭവമാണ്. അതുകൊണ്ടാണ് മറിയ അവിടെ നിന്ന് കരയുന്നത്. മറിയ കരയുന്നതിനെ കണ്ടിട്ട് 2 ദൂതന്മാർ ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നതെന്ത് എന്നാണ് ആ ഭാഗത്ത് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് യേശു കർത്താവൻ ചോദിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നതെന്ത്, നീ ആരെ തിരയുന്നു? ഈ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് മറിയ കരയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മറിയ കരയേണ്ടി വന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു കർത്താവ് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് വളരെ വ്യക്തമായി കർത്താവ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും കർത്താവ് ക്രൂശിക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ് പലവട്ടം. പക്ഷേ ഇവിടെ ഉള്ളിലൊന്നും ഈ വചനം ഇല്ല. അതുകൊണ്ടാണ് മറിയ കരയേണ്ടി വന്നത്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ കരയേണ്ടി വരുന്നത്. ഇതിന് സമാനമായ മറ്റൊരു ഭാഗവും നമ്മുടെ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളിൽ 2 ശിഷ്യന്മാർ യെരുശലേമിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ, അവിടെ വന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് കേട്ട് അവർക്ക് സംഭ്രമമുണ്ടായി എന്നാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ ആകെ കൺഫ്യൂസ്ഡ് ആകുകയാണ്. അവർക്ക് സംശയങ്ങൾ ഉണ്ടായിട്ട് അവിടെ നിന്ന് എമൗസിലേക്ക് യാത്ര ചെയ്യുകയാണ്. എമൗസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരോടൊപ്പം യേശു കർത്താവ് നടന്ന് ദീർഘദൂരം അവരുടെ കൂടെ നടക്കുകയാണ്. എങ്കിലും യേശു കർത്താവിനെ കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെ നിരോധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ കാരണം? അത് നമ്മൾ ചിന്തിക്കുമ്പോൾ, കർത്താവ് അപ്പോഴ് തന്നെ പ്രത്യക്ഷത നൽകിയാൽ അവർ സന്തോഷമുള്ളവരായി മടങ്ങി യെരുശലേമിലേക്ക് പോകും. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് എമൗസ് വരെയും കർത്താവ് അവരുടെ കൂടെ നടന്ന് അവർക്ക് എല്ലാ പ്രവചനങ്ങളിലും കാര്യങ്ങളിലും തിരുവെഴുത്തലുകളുള്ള എല്ലാ കാര്യങ്ങളെയും പഠിപ്പിക്കുകയും അടിസ്ഥാനമുള്ളവരാക്കി മാറ്റിയതിന് ശേഷമാണ് കർത്താവ് പ്രത്യക്ഷത നൽകുന്നത്. അത് വ്യക്തമായി, കാരണം തിരുവചനം ഉള്ളിലില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിന് ഉള്ളിൽ സ്ഥാനമില്ല എങ്കിൽ, വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥിരമായ ആത്മീക ജീവിതം പുലർത്തുവാൻ കഴിയുകയില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ മറിയയെ പോലെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാനേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ആത്മീകതയിൽ നിന്ന് ഒരു ഡീവിയേഷൻ, ഒരു വ്യതിചലനമുണ്ടാകും, എമൗസിലേക്കോ മറ്റെങ്ങോട്ടോ യാത്രയാകും. അപ്പം അതുകൊണ്ട് തിരുവചനത്തിൽ അടിസ്ഥാനമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു വാചകമുണ്ട്. മത്തായി സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യം കർത്താവ് സദൂക്യരോട് പറയുന്ന കാര്യമാണ്. എന്താണ്? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു എന്നാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. ഇങ്ങനെ കരയേണ്ടി വരുന്നതെല്ലാം, വ്യതിചലനം വരുന്നതെല്ലാം കർത്താവിൻ്റെ തിരുവചനം ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ള സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, 7:24 പറയുന്നത് ശ്രദ്ധേയമാണ്. കർത്താവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ വീട് പണിതതിന് തുല്യമായിരിക്കും. പ്രതികൂലങ്ങൾ വന്നാൽ ആ വീടിനെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. തിരുവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ജീവിതം പടുത്തുയർത്തുന്നത് മണലിന്മേൽ വീട് പണിതതുപോലെയാണ്.
പലർക്കും പ്രസംഗങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്, ആ പ്രസംഗങ്ങളുടെ പുറകെ പോകും. പക്ഷേ അങ്ങനെയല്ല. വ്യക്തിപരമായ ജീവിതത്തിൽ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. പൂർണ്ണ ജാഗ്രതയോടെ നമ്മൾ തിരുവചനത്തിൽ ചിന്തിക്കുമ്പോൾ പൗലോസ് പറയുന്നൊരു വാചകമുണ്ട്. ബെറോവയിലെ വിശ്വാസികളെക്കുറിച്ച് പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. അവർ തെസ്സലോനിക്കയിലുള്ള അവരെക്കാൾ, ആ വിശ്വാസികളെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്ന് പറയുന്നു. കാരണം എന്താണ്? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളുകയല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്തിരുന്നു, പരിശോധിച്ചു വന്നു എന്നാണ്. അപ്പം അങ്ങനെ തിരുവചനത്തിൽ അടിസ്ഥാനമുള്ളവരായി ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തകർന്നു പോകുകയില്ല. കർത്താവിൻ്റെ സാന്നിധ്യം, അടുത്ത് നിൽക്കുന്ന കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയും. മറിയയുടെ തൊട്ടടുത്തുണ്ട് കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് തിരുവചനത്തിൽ അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാണ്. കൂടെ നടന്ന കർത്താവിനെ കാണുവാൻ കഴിയാതെ പോയതും കർത്താവ് തിരുവചനത്തിൽ അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ പതർച്ചകൾ വരാതെ തിരുവചനത്തിൽ അടിസ്ഥാനമുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഇടയാകണം. ജാഗ്രതയോടെ കർത്താവിനെ മനസ്സിലാക്കുവാനും മുന്നോട്ട് നീങ്ങുവാനും സാധിക്കണം. വേദപുസ്തകം കയ്യിൽ കിട്ടുന്ന ഭാഗമെടുത്ത് വായിച്ച് തൃപ്തി അടയുകയല്ല, തുടർച്ചയായി വേദപുസ്തകം വായിക്കുകയും വ്യക്തമായ ഒരു ധാരണയും ബോധ്യവും വേദപുസ്തകത്തിലും അതിൻ്റെ ധ്യാനത്തിലൂടെയും സമ്പാദിക്കുകയും പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവകൃപയോടെ വളരെ അർത്ഥവത്തായി കർത്താവിനെ പിൻപറ്റുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ പ്രതികൂലങ്ങൾ അടിപതറാതെ കർത്താവിനോടൊപ്പം നിൽക്കുവാൻ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ പോലെയും മറ്റ് ഭക്തന്മാരെ പോലെയും ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ അടിസ്ഥാനമുള്ളവരായി പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയോടെ സ്ഥിരമായ ഒരു ആത്മിക ജീവൻ നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. എല്ലാവരെയും ആശീർവദിക്കണം, മഹത്വം സ്വീകരിക്കണമേ. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും കാലാവസാനം കൂടെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ.